മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. എല്ലാവരും റെഡിയല്ലേ? ഓടിക്കത്തിച്ച് റൂമിലേക്ക് വന്ന് റാഷി കാണുന്നത് ലച്ചുവിനെ നടുവിൽ പിടിച്ചിരുത്തി പോസ്റ്റ് ഇടുന്ന പെൺപിള്ളേരെയാണ്. പൊടി എവിടുന്ന് നോക്കിയപ്പം അവിടെ അവളെ ഒരുക്കം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എത്ര പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് റാഷി ഒന്നും പറയാതെ ഫോട്ടോഗ്രാഫറെ തോളും പിടിച്ച് അവിടുന്ന് കൊണ്ടുപോയി. അത്യാധിക ആഡംബരമായ പരിപാടികളായിരുന്നു കഴിഞ്ഞ അത്രയും ദിവസങ്ങളും. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറയണോ? പീച്ച് കളർ പട്ടുസാരി ലച്ചു അതീവ സുന്ദരിയായി ഇറങ്ങിയപ്പം ചുവന്ന പട്ടിൻ്റെ സാരിയിൽ പൊടിയും അതീവ സൗന്ദര്യത്തോടെ ഇറങ്ങി. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം എന്ന എക്സൈറ്റ്മെൻറ്റ് വേറെയും. രാവിലെ 10-11 മണിക്കൊരു മുഹൂർത്തം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പൊടിയും ലച്ചും അവരുടെ പാതികളെ സ്വന്തമാക്കി. കല്യാണമെല്ലാം നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. കിരണിൻ്റെ വീട്ടിലേക്ക് പോകാൻ അല്പം ദൂരം കൂടുതലുള്ളതുകൊണ്ട് പൊടിയെ കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവർ പോയിട്ടും ലച്ചുവിൻ്റെ തിരക്ക് മാത്രം കഴിഞ്ഞില്ല. കാരണം ലച്ചുവിൻ്റെ മമ്മയുടെയും പപ്പയുടെയും ആയിരക്കണക്കിന് VIP ഫ്രണ്ട്സാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചാളുകൾ ഇപ്പോഴേ ബാക്കിയുള്ളവർ രാത്രിയുള്ള ഫംഗ്ഷനിലായിട്ടുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊടിയുടെ കൂടെ 5 വെച്ച് ബാക്കി എല്ലാ പെൺപിടകളും പോയിരുന്നു. 5 മാത്രം പോകാൻ കഴിയാതെ അമ്മയുടെ കൂടെ ഒരു റൂമിൽ ഇരിപ്പാണ്. 4 മണി കഴിഞ്ഞോട്ടെ അരുണേട്ടാ, നിങ്ങളിത് എവിടെയാ? റൂമിൽ ഫോണും വിളിച്ച് എണീറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയ അഞ്ജുവിനെ ബെഡിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന പൊടിയുടെ അമ്മ കണ്ടില്ല. മായയുടെ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് അഞ്ജുവിൻ്റെ അമ്മ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പൊടിയുടെ അമ്മയാണ് അഞ്ജുവിനെ നോക്കാൻ ഏൽപ്പിച്ചത്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റെയർ ഇറങ്ങി വന്ന 4 പിള്ളേർ അഞ്ജുവിൻ്റെ സാരി തലപ്പും ചവിട്ടി ഒരൊറ്റ ഓട്ടമായിരുന്നു. നെഞ്ചൊന്ന് ആളി ബാലൻസ് ചെയ്ത് നിൽക്കാനായി നിന്ന അഞ്ജു അടുത്ത നിമിഷം ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് മറിഞ്ഞുപോയി. ഹലോ അഞ്ജു, ഡാ ഞാനിപ്പോൾ വരാം. അവളിവിടെ റൂമിൽ വരുന്ന ചടപ്പ് പോയി കാണും. വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന കിച്ചുവിനോടും അമ്മനോടുമായി പറഞ്ഞിട്ട് അരുൺ അവിടുന്ന് അടുത്ത് തന്നെയുള്ള ഹോട്ടലിലേക്ക് പോയി. അവിടെ ലിഫ്റ്റ് കയറി അഞ്ജുവിൻ്റെ അടുത്തേക്ക് ധൃതി നടക്കുന്ന വഴിക്കാണ് അരുണിൻ്റെ കണ്ണിൽ ആ കാഴ്ചപ്പെട്ടത്. ആദ്യമൊന്ന് നെറ്റിച്ചുളിഞ്ഞെങ്കിലും അഞ്ജുവിൻ്റെ മുഖത്തെ ഭാവത്ത് നിന്ന് കാര്യം ഏകദേശം മനസ്സിലായ അരുൺ ഓടി അഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് ആരോ വന്നതും വീയാൻ പോയി തന്നെ താങ്ങി പിടിച്ചുകൊണ്ടെന്ന് മനസ്സിലായതും. കണ്ണു തുറന്ന് നോക്കിയതും മുന്നിലുള്ള ആളെ കണ്ടൊന്ന് ഞെട്ടി. യാഷായിരുന്നു അത്. അവനോട് എന്തെങ്കിലും പറയുന്ന മുന്നേ ആരും എൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരുന്നു. അരുണേട്ടാ, ആളെ മനസ്സിലായി തിരിഞ്ഞു നോക്കി വിളിക്കേ കണ്ടു ആ മുഖത്തെ വെപ്രാളം. എന്താഞ്ചു, എന്ത് പറ്റിയേ? അടുത്തേക്ക് നിർത്തി തന്നെ നോക്കിക്കൊണ്ട് അരുണേട്ടൻ ചോദിക്കേ, കുറച്ച് മുന്നേ ഉണ്ടായ സംഭവം ഞാൻ അരുണേട്ടനോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അരുണേട്ടൻ പോയി യാഷിനെ കെട്ടിപ്പിടിച്ചത്. താങ്ക്സ്. അകന്ന് മാറിയതിനോടൊപ്പം അരുൺ പറഞ്ഞത് കേട്ട് യാഷ് എന്തു പറയുന്നറിയാതെ ഇരുവരും മാറി മാറി നോക്കി. ഇന്നേ വരെ അരുണിനെയും മഞ്ജുവിനെയും ഒരുമിച്ച് കാണുമ്പം മനസ്സിൽ പുച്ഛമായിരുന്നു. അരുണിൻ്റെ സ്വഭാവം ദേഷ്യമെല്ലാം വെച്ച് അവർ ഒരിക്കലും ഒരുമിക്കില്ല എന്നായിരുന്നു മനസ്സിൽ. എന്നാൽ വിവാഹശേഷം അറിയാതെയും അവരെ കണ്ടപ്പോഴെല്ലാം സത്യം പറഞ്ഞാൽ ആദ്യം ദേഷ്യമായിരുന്നു. അഞ്ജു എല്ലാം സഹിച്ച് ജീവിക്കുകയാണെന്ന് കരുതി. എന്നാൽ അന്ന് യാഷ് എന്തോ ഓർമ്മയിൽ കവിളിൽ കൈവച്ച് അരുണിനെ നോക്കി ചെറുതായി ചിരിച്ചു. അന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് എന്തോ നന്നേരത്തെ തോന്നലിലാണ് അഞ്ജുവിനോട് അങ്ങനെ ബിഹേവ് ചെയ്തത്. അതിനന്ന് തികച്ചും കിട്ടിയതാണ്. അന്ന് അരുൺ എൻ്റെ അഞ്ജു എന്നതിന് പകരം എൻ്റെ ഭാര്യ എന്ന് അതിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ എവിടെയൊക്കെ എനിക്ക് തെറ്റുപറ്റിയതുപോലെ തോന്നി. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്ന എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ അഞ്ജുവിനെ കണ്ട് പറ്റിയാൽ ഒരു സോറി പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. യാഷ്. അരുണിൻ്റെ വിളി കേട്ട് യാഷ് ചിന്തകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരി തൂകി. ഞാൻ നാളെ UK പോവുകയാണ്. പോകുന്ന മുന്നേ നിങ്ങളെയൊന്ന് കാണണമെന്ന് കരുതിയിട്ടാണ് വന്നത്. അഞ്ജുവിനെ അവിടെയൊന്നും കണ്ടില്ല. ചോദിച്ചു പറഞ്ഞു ഇവിടെയാണെന്ന്. യാഷ് പറഞ്ഞിട്ട് അരുൺ കൊണ്ടിരുത്തി വെള്ളം കുടിപ്പിക്കുന്ന അഞ്ജുവിനെ നോക്കി. തിരിച്ചൊരു നന്ദി സൂചകമായി ചിരി കിട്ടിയതും യാഷിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പറയാൻ കൊതിച്ചത് പറഞ്ഞില്ലെങ്കിലും ആഗ്രഹിച്ചത് പറയാനായി. മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ യാഷിൻ്റെ പ്രണയം പൂർണ്ണമാകാതെ മണ്ണിൽ മൂടപ്പെടുകയായിരുന്നു. ആദ്യ പ്രണയം നഷ്ടപ്പെട്ട വേദന ആ മനസ്സിൽ നിറഞ്ഞെങ്കിലും എവിടെയോ അല്പസ്വയം ആശ്വാസവും യാഷിലുണ്ടായിരുന്നു. ഇനി എൻ്റേത് മാത്രമൊരു ജീവിതം. അഞ്ജു എന്ന തൻ്റെ മാത്രം പ്രണയത്തെ ആസ്വദിക്കാനും സ്വപ്നം കാണാനും ലഭിച്ചത് വെറും 3 വർഷം മാത്രമായിരുന്നു. ഇനിയിപ്പോൾ കോളേജ് കാലത്തിലെ വെറുമൊരു ഓർമ്മ മാത്രമായി അതവിടെ മൂടപ്പെടുകയാണ്. പുറം കൈയാലെ കണ്ണുകൾ തുടച്ച് അവസാനമായി അഞ്ജുവിനെ ചേർത്ത് പിടിച്ച ആ കൈകൾ തലോടി യാഷ് അവിടുന്ന് പടിയിറങ്ങി. യഥാർത്ഥ എല്ലാ പ്രണയം വിജയിക്കാൻ ആരംഭിച്ചതായിരിക്കണമെന്നില്ല. വിധിയെന്ന വില്ലൻ അതിനാരോടൊപ്പം ചേർക്കുന്നുവോ അവർക്കുള്ളതാണ് അവർ. യാഷ് പോകുന്നത് നോക്കി നിന്ന അഞ്ജുവിനെ അരുൺ തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നല്ലേ? അരുണിനെ ആർന്ന് എറിഞ്ഞു നോക്കിയെങ്കിലും അഞ്ജു അരുണിനെ കടുപ്പിടിക്ക് നോക്കി പുരികം പൊക്കി. പറയടി, സത്യമല്ലേ? ഒന്ന് പോ മനുഷ്യ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. വന്നേ, എനിക്കിവിടെ ഇരുന്നിട്ട് എൻ്റെ അമ്മോ. അഞ്ജു പറയുന്നത് കേട്ട് അരുൺ ചിരിയോടെ തലയാട്ടിക്കലും അവളെ നോട്ടം കണ്ടപ്പോൾ ചിരി നിർത്തി പെണ്ണിനെ അങ്ങ് ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മയങ്ങ് കൊടുത്തു. ആരുണേട്ടാ? കവളിൽ കൈവച്ച് നാണമെന്ന് ചുവന്നവൾ ചുറ്റും നോക്കുന്നത് അരുൺ കള്ളച്ചിരിയോടെ നോക്കിക്കണ്ടു. മതി ചിരിച്ചത്. പെങ്ങളെ കല്യാണത്തിന് ഏട്ടനോട് ഉമ്മയും വെച്ചിരിപ്പാണെന്ന് നാട്ടുകാർ പറയും. വന്നേ.
അവർ പറയട്ടെന്ന്, നീ അങ്ങ് വന്നേ അഞ്ജുവേ. റൂമിലേക്ക് പിടിച്ചു കയറ്റി അരുൺ നോക്കിയപ്പം അവിടെ ഒരാൾ അപ്പയും ഫോൺ വിളിച്ചിരിപ്പാണ്. നല്ല ആളെ എൻ്റെ പെണ്ണിനെ നോക്കാൻ ഏൽപ്പിച്ചത് പറഞ്ഞിട്ട് അരുൺ ചിരിക്കെ ഇതുവരെ ഒന്നും അറിയാതിരിക്കുന്ന അവളെ കണ്ടിട്ട് അഞ്ജുവിന് ചിരിക്കാതെ നിൽക്കാനായില്ല. അതേസമയം ഈ ആശാസമയം വന്നില്ലായിരുന്നെങ്കിലും ഉണ്ടാവാൻ പോകുന്നത് ആലോചിച്ച് അഞ്ച് അടുത്തുള്ള അരുണിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് അരുണിനെ ചുറ്റിപ്പിടിച്ചു. അതെന്താണെന്ന് മനസ്സിലായ അരുൺ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് തിരിച്ചവളെ ചേർത്തണക്കിയ മുർദാവിൽ കനത്തൊരു ചുംബനം നൽകി. കണ്ണുമടച്ചത് സ്വീകരിക്കെ അവർ അറിഞ്ഞില്ല അവരുടെ രക്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വേണ്ടി വരുന്ന തയ്യാറെടുപ്പിലാണെന്ന്. തുടരും ബാക്കി നാളെ. ബൈ ബൈ.